ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ ക്യാമറ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടിക്കറ്റിൽ ഒന്ന് സ്കാൻ ചെയ്യുക. അവിടെ bochetti.com എന്നുള്ള ലിങ്ക് കാണാം. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ bochetti.comൻ്റെ സൈറ്റിലേക്കാണ് പോവുക. ഒരു 3-4 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരും. ഇതിന് ശേഷം ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക. ദെൻ ഫോൺ നമ്പർ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ മെസ്സേജ് ഫുള്ളായിട്ടാണ്, ഇൻബോക്സിൽ മെസ്സേജ് ഫുള്ളായിട്ടാണ് ഉള്ളതെങ്കിൽ വേണ്ടാത്ത മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ മൊബൈൽ നമ്പർ അടിക്കുക. പിന്നെ അബ്രോഡൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് നാട്ടിലുള്ള മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മൊബൈൽ നമ്പർ അടിക്കുക. എന്നതിന് ശേഷം നമ്മുടെ കൂപ്പൺ കോഡ് അടിക്കുക. കൂപ്പൺ കോഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബോച്ചയുടെ ഫോട്ടോൻ്റെ താഴെ കൂപ്പൺ കോഡ് കാണാം. അതാണ് നമ്മളിവിടെ അടിക്കേണ്ടത്. കൂപ്പൺ കോഡ് തെറ്റാതെ എൻ്റർ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരും. അതായത് 30 ദിവസത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് മെസ്സേജ് ആയിട്ടാണ് വരിക. അത് ചിലപ്പം ഓർഡറിലായിരിക്കില്ല വരിക, എങ്കിലും 30 മെസ്സേജ് നമുക്കവിടെ വരും, ഫോണിലേക്ക് വരും കേട്ടോ. കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കാരണം 30 മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബോച്ചെട്ടിയുടെ ഹോം പേജ്. ഇതാണ്. അപ്പം 30 മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക. എന്നതിന് ശേഷം ബോച്ചെട്ടി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ബോച്ചെട്ടിയുടെ സൈറ്റ് കാണും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ബോച്ചെട്ടിയിലെ ഹോം പേജിലേക്ക് പോവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ബോച്ചെട്ടിയുടെ ഹോം പേജ് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 40 രൂപ എന്നൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒന്നുകിൽ സൈൻ ഇൻ കാണാം, അല്ല സൈൻ ഇൻ കാണുന്നില്ല എങ്കിൽ ഇടത് സൈഡിൽ ബോച്ചെട്ടിയുടെ ആ ഒരു എംബ്ലം ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹോം പേജിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു പേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു കസ്റ്റമർക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പേജ് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അവിടെ അടിക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ ഒരു മെസ്സേജ് പാസ്വേഡ് എന്നുള്ള മെസ്സേജ് ഉണ്ടാവും, 6 അക്ക നമ്പർ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇത് സൈൻ ഇൻ ചെയ്യേണ്ടത്. ആ 6 അക്ക നമ്പർ നമ്മൾ പാസ്വേഡിന് ബദൽ പാസ്വേഡായിട്ട് അവിടെ 6 അക്ക നമ്പർ അടിക്കുക. എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങളോട് കറൻറ്റ് പാസ്വേഡ് ചോദിക്കും. അപ്പം സെയിം നമുക്ക് മെസ്സേജ് വന്ന അതേ നമ്പർ തന്നെ 6 അക്ക നമ്പർ അവിടെ അടിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ പുതിയ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സിന്ധു എന്നാണ് പേര് എങ്കിൽ അവിടെ സിന്ധുവിൻ്റെ എസ് ക്യാപിറ്റൽ, ബാക്കിയുള്ള സ്മോൾ ലെറ്റർ കൊടുക്കുക. സിന്ധു @123. ആ രീതിയിൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ രണ്ടിടത്തിൽ നിങ്ങൾ എന്താക്കുക, അതേ സെയിം നിങ്ങളുടെ പുതിയ പാസ്വേഡ് വെക്കുക. എന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം വീണ്ടും നമുക്ക് സൈൻ ഇൻ കൊടുക്കാം. സൈൻ ഇൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പുതിയ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുക കേട്ടോ. സൈൻ ഇനോ ലോഗിനോ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ക്രിയേറ്റ് ചെയ്ത പുതിയ പാസ്വേഡ് വെച്ച് നിങ്ങൾ എന്താക്കുക, സൈൻ ഇൻ ചെയ്യുക. പാസ്വേഡ് തെറ്റാതെ അടിക്കുക കേട്ടോ. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. അതിന് ശേഷം മുകളിലത്തെ വലത് സൈഡിലെ 3 വര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്കി ഡ്രോ ടിക്കറ്റുകൾ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് 30 ദിവസത്തേക്കുള്ള ടിക്കറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് മോർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 30 ടിക്കറ്റും അവിടെ കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നിങ്ങൾ മൈ ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് എത്ര പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്നുള്ള അവിടെ കാണാൻ പറ്റും. അതെങ്ങനെ വിഡ്രോ ചെയ്യുക എന്നുള്ളത്, ഇത് വിഡ്രോ ചെയ്യുക, നിങ്ങൾ വിഡ്രോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, എന്നിട്ട് മെയിൽ ID ഒക്കെ ചോദിക്കും, അത് സബ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് അവിടുന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ സെയിം ഇതേ പേജിൽ തന്നെ വരിക. എന്നതിന് ശേഷം വിഡ്രോ ചെയ്യുക. വിഡ്രോ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ എമൗണ്ട് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. വർക്കിംഗ് ഒരു 3-4 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുക. ഓക്കെ, താങ്ക് യു.